കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ രൂപത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് ഇരിക്കുന്നതെന്ന് അറിയില്ല. അമ്പാടിയിലെ രൂപങ്ങളാണോ അതോ ദശാവതാരമാണോ ഏതാണെന്നറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ വന്നിട്ടൊന്ന് പ്രദർശനം ചെയ്ത് വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് അവിടുന്ന് നമുക്കിങ്ങനെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ നേരെ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് ഇങ്ങനെ വരിക. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും അതിൻ്റെ മുകളിലുള്ള കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള മഹാലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് നമ്മളിങ്ങനെ തൊഴുത് നേരെ ആ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ ഭാഗത്തുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ കെടാവിളക്കൊക്കെ കണ്ട് വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മളിങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ഇന്നിപ്പോൾ കാണാനുള്ള കാഴ്ച വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ ദശാവതാരത്തിലെ കാഴ്ചകളാട്ടോ. അപ്പോൾ അതിൽ കാണാനുള്ളത് ആമേനെ കാണാനുണ്ട്, കൂർമ്മം. അപ്പോൾ 4 കൈകളൊക്കെ ഉള്ള കൂർമ്മയുടെ ആമയുടെ പുറം ഭാഗവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നു. അര വരെ അതിങ്ങനെ കാണാണ്ട് അതിങ്ങനെ നല്ല വലിയൊരു ആമ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ തൻ്റെ അതായത് അവിടുന്ന് അങ്ങോട്ട് പിന്നെ കൂർമാവതാരമൂർത്തിയാണെങ്കിൽ കൂടി ആ 4 തൃക്കൈകളോടും കൂടിയതാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഉണ്ണിക്കണ്ണൻ്റെ പോലത്തെയും ഉള്ള അരമണിയുണ്ട്, കിങ്ങിണിയുണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ വളയം പോലത്തെ മാലയുണ്ട്, പതക്കം പോലത്തെ മാലയുണ്ട്. അതേപോലെ 4 തൃക്കൈകൾ കാണാണ്ട് അവിടുന്ന് അങ്ങോട്ട് മഹാപ്രഭുവാണ്. അപ്പോൾ ആ 4 തൃക്കൈകളും അതിലിങ്ങനെ ശംഖ് ചക്രം അതിങ്ങനെ 2ഉം സ്വർണം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ചന്ദനം കൊണ്ട് നല്ലൊരു ഗദ, നല്ല വലിയൊരു ഗദ കൊടുത്തിട്ടുണ്ട്. അതേപോലെ പത്മം അത് താമരപ്പൂ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ശംഖ് ചക്ര ഗദാപത്മത്തോടു കൂടി മഹാപ്രഭു കൂർമാവതാര മൂർത്തിയായിട്ടാണ് അന്നിപ്പോൾ ഭഗവാൻ ശ്രീലകത്ത് വിളങ്ങുന്നത് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട്. കൂർമാവതാരം എന്ന് പറഞ്ഞാൽ ദുർവാസാവ് മഹർഷി ദേവകളെയൊക്കെ ശപിച്ച് അവരെയൊക്കെ പ്രശ്നങ്ങളായി അവരെ സ്വർഗത്തിലൊക്കെ ബുദ്ധിമുട്ടായ സമയത്ത് അസുരന്മാരെ എല്ലാം കീഴടക്കുന്ന ആ ഒരു സമയത്താണ് അമൃത് എടുക്കുക എന്നുള്ളൊരു ഇത്. അപ്പോൾ അമൃത് എടുക്കാൻ വേണ്ടി ആ അസുരന്മാരെയും കൂടെ കൂട്ടിയിട്ട്, അതായത് അവർക്ക് കിട്ടിയ പകുതി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിയിട്ട് നമ്മൾ വാസുകീനെ കയറായും മന്ദരപർവ്വതത്തെ അത് കടയുന്ന അതായിട്ടും അങ്ങനെ 2 സൈഡിൽ നിന്ന് ഇതാവുമ്പോൾ മന്ദരപർവ്വതം താന്ന് പോവുകയാണ്. ആ താന്ന് പോകുന്ന സമയത്താണ് നമ്മുടെ വിഷ്ണുവിൻ്റെ 2ാമത്തെ അവതാരം ആ കൂർമാവതാരമായിട്ട് ആ താഴത്ത് പോയിട്ട് പാലാഴിയിൽ പോയിട്ട് ആ മന്ദരപർവ്വതത്തെ തൻ്റെ ആ വലിയ ആമയുടെ ആ ശരീരം കൊണ്ട് താങ്ങി നിർത്തിയത്. എന്നിട്ടാണല്ലോ ആ അമൃതമൊക്കെ കടഞ്ഞെടുത്തത്. ഇതിൽ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ശരിക്കും ക്ഷമയുടെയും സ്ഥിരതയുടെയും പ്രതീകമാണ് കൂർമാവതാരം. എത്ര വലിയ ലക്ഷ്യത്തിനു വേണ്ടി പരിശ്രമിക്കുമ്പോഴും നേരിടേണ്ടി വരുന്ന ആ തടസ്സങ്ങളെ അതിജീവിക്കാൻ ഉറച്ച ഒരു അടിത്തറ വേണമെന്ന ആ ദൗത്യം അതിലുണ്ട്, ആ തത്വം അതിലുണ്ട്. അത് കാരണം എന്താ വെച്ചാൽ ആ ആമയുടെ ആ ശരീരത്തിൻ്റെ ആ കാഠിന്യം കൊണ്ട് ആ മന്ദരപർവ്വതത്തെ പോലും താങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിലെ ഒരു സത്യം. അപ്പോൾ അത്രയ്ക്കും പ്രാധാന്യമുള്ള ദശാവതാരത്തിൽ 2ാമത്തെ രൂപമാണ് ഇന്നിപ്പോൾ ഭഗവാന്റെ ശ്രീലകത്ത്, അതായത് ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ആ കളഭം കൊണ്ട് ചാർത്തിയിരിക്കുന്നത്. അതത്രയും പ്രാധാന്യം തന്നെയാണ്. അപ്പോൾ അതൊക്കെ അറിഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. നമ്മളിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ സോപാനപ്പടിയിൽ നിന്ന് തൊഴുന്ന ഭഗവാന്റെ ശ്രീലകത്തേക്ക് തൊഴുന്നതായിട്ട് സങ്കല്പിച്ചോളൂ. എല്ലാവരും ആ ഭഗവാനെ ആ കൂർമാവതാരമൂർത്തിയെ തൊഴുതോളൂ കേട്ടോ. എല്ലാവരും നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ച് നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങി ആ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട്
അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയും അതേപോലെ തന്നെ ആ ചുവരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഗ്രില്ല് കഴിഞ്ഞ് സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ നേരെ ഗണേശൻ്റെ അടുത്ത് കണ്ട് തൊഴാനായിട്ട് പോവാം. അങ്ങനെ ഗണേശനെ കണ്ട് തൊഴാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക, സരസ്വതി ദേവീനെ കാണുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ടു തൊഴാം. പിന്നെ മത്സ്യാവതാരം, കൂർമാവതാരം, മത്സ്യകൂർമ്മം, പിന്നെ വരാഹം, നരസിംഹമൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിര അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അവിടുന്ന് പിന്നീട് ആ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴാം. പിന്നെ അങ്ങനെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മനാഭനെയൊക്കെ കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ടു തൊഴാം. ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വന്ന് ആ ശ്രീകൃഷ്ണനെയും കണ്ട് തൊഴാം, മുരുകനെയും കണ്ട് തൊഴാം. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക, ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. അതിനുശേഷം രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ താമരക്കണ്ണനെയും കണ്ട് തൊഴുത് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ, കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ കൊടിമരം കാണാം, നല്ല രസമായിട്ട് കാണാം. അതൊക്കെ കണ്ട് പിന്നെ ആ നൃത്താറയും മണിക്കിണറും അതേപോലെ തന്നെ കുറൂരമ്മേനെയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരാം. എന്നിട്ട് ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അതും കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടെ നടയിൽ വന്ന് ഭഗവതീനെ കണ്ട് തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കും ചെയ്യുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി തൊഴുത പോലെയാവും. അങ്ങനെ അവിടെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് നമ്മൾ ബാക്കി കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും നമുക്ക് ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ കൂർമാവതാരമൂർത്തിയെ കണ്ടു തൊഴാം. പിന്നീട് അവിടെ നമസ്കരിച്ച് ആ കൂത്തമ്പലത്തിലും അതുപോലെ അയ്യപ്പസ്വാമിയുടെ അടുത്തും വന്ന് അയ്യപ്പസ്വാമിയും കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ പ്രദക്ഷിണം ചെയ്ത് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ നേരെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ കുളത്തിലുള്ള നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ അന്നലക്ഷ്മി ഹാളിൻ്റെ അതിലെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നാരായണാലയം കാണും. അവിടെ ചെന്ന് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് നമ്മൾ നേരെ ആ ഭഗവതി നടയിലും അതുപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ കിഴക്കേ നടയിൽ വന്നിട്ട് ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ഒന്നുകൂടി ആ കൂർമാവതാരമൂർത്തിയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ തെക്കേ നടയിലേക്ക് വന്ന് അവിടെ വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. കൂവളത്തെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയും ഒക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മളോട് ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്.
അവർക്കൊക്കെ ആ ഗുരുവായൂരപ്പൻ്റെ അവരെന്തൊക്കെയാണോ ഉദ്ദേശിച്ചത് അതൊക്കെ ഗുരുവായൂരപ്പൻ നടത്തി കൊടുക്കട്ടെ. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം എത്തട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.